ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ദൈവകൃപ ഉണ്ടാകണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും. പക്ഷേ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്താ കാരണം? ഹൃദയശുദ്ധി ഉള്ളവരാ ദൈവത്തെ കാണുക. ദൈവകൃപ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. അത് ഞാനായിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. അവരവർ തന്നെ വിചാരിക്കണം ഹൃദയശുദ്ധി എങ്ങനെയാണെന്ന്. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ കാമക്രോധ ലോഭ മോഹ മത മാത്സല്യ ഡംബ് അഹങ്കാരം ഇത് മാത്രമല്ല മക്കളെ, അല്ലാതെയും ഉണ്ട് ഹൃദയശുദ്ധി. ലോകത്ത് ഈശ്വരനല്ലാതെ, ഒരേ ഒരു ഈശ്വരനല്ലാതെ വേറെ ഒരു ഈശ്വരനില്ല. ഒരു പരമാത്മാവ്, നിത്യനിഷ്കള പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അവതാരം എടുക്കുന്നതൊക്കെ ആ പരമാത്മാവ് ഒരു ജീവൻ ശരീരം എടുക്കുന്നു ഭഗവാന്റെ തന്നെ മായയാൽ. എന്തിനു വേണ്ടിയാണ്? സാധാരണക്കാരായ ഭക്തമക്കൾക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കാൻ. ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഭഗവാൻ കൃഷ്ണനും ഗുരുദേവനും അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ട് ഉപദേശങ്ങൾ കൊടുക്കാൻ തയ്യാറുള്ള മഹാത്മാക്കൾ, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ ഗുരുദേവനോ അതുപോലെ ചട്ടമ്പി സ്വാമികളോ യേശു കർത്താവായ തമ്പുരാൻ ദൈവപുത്രനായിട്ട് വന്നു. ഇതൊക്കെയും നമുക്ക് വേണ്ടിയാണ്. അത് ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരാൾക്കോ ഒരു സഭയ്ക്കോ വേണ്ടിയല്ല അവരാരും അവതരിച്ചത്. ഈശ്വരൻ ഏകനാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി. ഇപ്പോൾ ലോകം മൊത്തവും ഒരാൾ ഇറങ്ങി വന്നാൽ അവിടുന്ന് വന്നാൽ എല്ലായിടും എത്തിപ്പിടിക്കുമോ? അത് സുവിശേഷത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും അറിയുന്നത്. ഇങ്ങനെ ഒരു അവതാരമുണ്ട്, യേശു കർത്താവ് ദൈവപുത്രനാണ്. അതുപോലെ ഗുരുദേവൻ ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടി വന്നതല്ല, ലോകമേ എല്ലാവർക്കും. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തെന്നാണ് ഗുരുദേവൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗുരുദേവനെ എന്താ കാരണം? ഇവിടെ ഇങ്ങനെ എല്ലാവരും പ്രസംഗിക്കും, എല്ലാം ഏകമാണ് ഏകമാണ്. പക്ഷേ അടുക്കുമ്പോഴാണ് അയ്യോ അത് ഈഴവ സ്വാമിയല്ലയോ, നമുക്ക് വേറെ മറ്റ് സ്വാമികളുണ്ടല്ലോ. ഇങ്ങനെ എല്ലാം ഒന്നായി കാണാൻ ഉള്ളിലൊരു വിഷമം. ഈ വിഷമം ഇരിക്കുന്നിടത്തോളം കാലം ശുദ്ധിയല്ല, ഹൃദയശുദ്ധിയല്ല. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരകൃപ വരൂ. ഈശ്വരകൃപ എവിടെങ്കിലും ഒരു ഭക്തന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭക്തനെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സർവ്വതിനെ ഏകമായി കാണും. ലോകത്തുള്ള സർവ്വ മക്കളെയും ഒന്നായി തന്നെ അദ്ദേഹം കണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും, അല്ലാതെ കൃപ വരത്തില്ല. അതുപോലെ തന്നെ ഹൃദയശുദ്ധി ഉള്ളവരാണ് ദൈവത്തെ കാണുക. പ്രത്യക്ഷമായി നമ്മൾ കാണണമോ? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി പോലെയാണ്. ഈശ്വരൻ ഏകമാണെന്നും അത് ദ്വൈതമല്ല എന്നും അങ്ങനെയുള്ള പരമാത്മാവാണ് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നതെന്നും ആ ഭഗവാന്റെ ചൈതന്യമാണ് ഓരോ അവതാരമായി നമ്മളെ ഉപദേശം തന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നേരായ മാർഗത്തിലേക്ക് വഴി തിരിച്ചുകൊണ്ട് പോകണം. കാരണം നമുക്ക് നന്മ മാർഗം പറഞ്ഞു തരാനാണ് ഈ ഗുരുഭൂതനായിട്ട് വരുന്ന എല്ലാ പ്രവാചകന്മാരും. തിന്മയ്ക്കല്ല വരുന്നത്, നന്മയ്ക്കാണ്. നന്മ പ്രവർത്തിക്കുന്ന ഒരു മഹാത്മാക്കളും അവരോട് പക്ഷം പിടിച്ച് ഇത്ര പേരെ എനിക്കുള്ളു, ബാക്കിയുള്ള വേറൊരു കക്ഷിക്കാരാണ്, വേറൊരു മതക്കാരെന്ന് ചിന്തിക്കത്തേയില്ല. ഈശ്വരൻ്റെ കൃപയോട് വരുന്ന ഒരു മഹാത്മാവായ ഗുരുക്കന്മാരും അങ്ങനെ ചിന്തിക്കില്ല. അത് നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമല്ല, അത് ഈശ്വരകൃപയിൽ വന്നതല്ല. ഈശ്വരകൃപയിൽ കൂടി വരുന്ന ഒരു മഹാത്മാവും പക്ഷാഭേദം പിടിച്ച് പറയത്തില്ല, രണ്ടെന്ന് കൽപ്പിക്കത്തില്ല. സമദൃഷ്ടി തന്നെയായിരിക്കും. അവിടെ പണക്കാരനെന്നോ പാവമെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു ജാതി വക തിരിവുകളൊന്നും തന്നെ കാണുന്നത് എല്ലാവരെയും ഒന്നായി ഉൾക്കൊള്ളും. മാതാവിൻ്റെ ലോകപിതാവിൻ്റെ സന്തതികളാണ് സർവ്വ സൃഷ്ടികളെന്ന് അവിടെ ഉള്ളിൽ കണ്ടിട്ട് മാത്രമേ അവരെ മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം നമുക്ക് മനസ്സിലറിയാം നമുക്കത് കാണുമ്പം തന്നെ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അങ്ങനെയുള്ളവരെ ഈശ്വരനെ പ്രത്യക്ഷമായി കാണും. കാരണം എന്താ? ഹൃദയശുദ്ധി. ഈശ്വരൻ ഏകനാണ്, രണ്ടില്ല. ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ കുറച്ച് ശക്തിയായിട്ട് അവതാരങ്ങൾ എടുക്കുന്നത്, അവതാര പുരുഷന്മാരായി വരുന്നത്. എന്തിനു വേണ്ടി വരുന്നു? ഈശ്വരന് വേറെ പണിയില്ലേ? എന്നാൽ ആ ഈശ്വരൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. നമ്മുടെ ദുരിതങ്ങളും വിഷമങ്ങളും വേദനകളെല്ലാം പരമാത്മാവിന് അങ്ങേയറ്റം പിതാവല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഓരോ പ്രവാചകന്മാരായിട്ട് ഇവിടെ ഭൂമിയിലേക്ക് അയക്കുന്നു. ദൈവപുത്രന്മാരായിട്ടും ദൈവമക്കളായിട്ടും
ഒരുപാട് പേരുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. അവർ മറ്റുള്ളവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവരൊക്കെ വരുന്നത്. അങ്ങനെ ഉള്ളവർക്കാണ് ഹൃദയശുദ്ധി. അല്ലാതെ എങ്ങനെ ഹൃദയശുദ്ധി ഇല്ലാതെ എങ്ങനെ ഈശ്വരനെ ഉള്ളിലാക്കാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാവരും പ്രസംഗിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എൻ്റെ മതം ഉത്കൃഷ്ടം, നിൻ്റെ മതം നല്ലതല്ല എന്ന് വാതോരാതെ പറയുകയും ചെയ്യും. അങ്ങനെയുള്ളവരുടെ ഹൃദയം എങ്ങനെ ശുദ്ധിയാവും? എല്ലാം ഒന്നായി കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹൃദയശുദ്ധി ഉണ്ടാവൂ. അവിടെ ഒരു മതത്തിൽപ്പെട്ടവരെയും ഒന്ന് തള്ളിക്കളയത്തില്ല. എല്ലാവരെയും സഹോദരന്മാരായും അല്ലെ അമ്മ മക്കളായും എല്ലാം ഏകമാണെന്നും ഒരു പിതാവിൻ്റെ മക്കളെല്ലാം നമ്മളെല്ലാം ഒന്നാണെന്ന് കാണാനാണ് ഹൃദയശുദ്ധിയുള്ളത്. അവിടെ അമ്പലത്തിലേക്ക് ചെല്ലുമ്പം അത് അമ്പലത്തിലെ അത് ഹിന്ദുക്കൾ, മറ്റത് പള്ളിയിൽ, അയ്യോ അങ്ങോട്ട് നോക്കണ്ട, പള്ളിയിൽ അങ്ങനെ വേർതിർത്തിയും കാണുമോ? അത് ഹൃദയശുദ്ധി അല്ല. പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും എവിടെ നോക്കിയാലും ഈശ്വരനെ ആരാധിക്കുന്നവരാണല്ലോ. അപ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണെന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? ഈശ്വരൻ ഏകനാണെങ്കിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു ഈശ്വരനുണ്ടോ? ഈശ്വരൻ ഏകനാണ്. അപ്പോൾ ക്രിസ്ത്യാനിക്കൊരു പ്രത്യേക ദൈവമോ, ഹിന്ദുക്കൾക്കൊരു വേറൊരു ദൈവമോ, ഇസ്ലാമിന് വേറൊരു ദൈവമോ ഉണ്ടോ? എല്ലാം ഈശ്വരൻ ഏകനല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഒന്നായി കാണണ്ടേ? ആ ഒരു ഹൃദയം എപ്പം വരുന്നത്, അതാണ് ഹൃദയശുദ്ധി. കർത്താവായ യേശു തമ്പുരാൻ പ്രത്യേകിച്ച് ഒരു ആൾക്കാരുടെയും കുത്തകയല്ല. അതിവിടെ പറയാം. യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും അപ്പോൾ സകല ജനത്തിന് ആണെന്നാ. അവിടെ പ്രത്യേകിച്ച് ഇന്നായിരുന്നില്ല. ആക്കിയെടുത്തത് പിന്നുള്ളവരാ, കർത്താവല്ല. അപ്പോൾ സകല ജനം എന്നുവെച്ചാൽ എന്താ? ആരെല്ലാം ചെന്നാലും അവരൊക്കെ യേശു കർത്താവ് സൗഖ്യമാക്കി. നിങ്ങൾ അങ്ങോട്ട് മാറി നില്ലത് എൻ്റെ സഭയിലുള്ള അല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാ കർത്താവായ യേശു തമ്പുരാനെ തള്ളി പറയുന്നത്? പലരും പറയും നസറനായ യേശു അല്ലേ അത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ അറിവില്ലാത്തവരെ പറഞ്ഞോട്ടെ, അവർക്കൊരിക്കലും കർത്താവിനെ കാണാൻ പറ്റില്ല. ഈ പറയുന്നവർക്ക് എത്ര പള്ളിയിൽ കിടന്ന് വേദം ഓതിയാലും ഒരച്ഛന്മാരും ഒരു സഹോദരങ്ങളും ഹൃദയശുദ്ധി ഇല്ലാത്തത്തോളം കാലം യേശു മാത്രമേ ഞങ്ങൾക്ക് ദൈവമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും യേശു കർത്താവിനെ പ്രത്യക്ഷമാക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നടക്കാത്ത കാര്യം. അതുകൊണ്ട് യേശു കർത്താവ് സകല ജനത്തിലുള്ള രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. ജനത്തിലുള്ള സകല ദീനത്തെയും, ജനങ്ങളുടെ ദീനങ്ങളെ, വ്യാധിയെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇന്നാര് വാ എന്ന് പ്രത്യേകിച്ച് വിളിച്ചൊന്നും അല്ല സൗഖ്യമാക്കിയത്. അവിടെ കണ്ടവരെ അത്രയും യേശു കർത്താവ് ഒന്നുപോലെ തന്നെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഓരോരുത്തർ അയ്യോ ഇത് നമുക്കും രക്ഷപ്പെടണം, എല്ലാവർക്കും അങ്ങനെ ഓരോരുത്തരായി കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവരെ സൗഖ്യമാക്കി. അവിടെ ഒന്നും നോക്കിയില്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു സൗഖ്യമാക്കി. ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം പിന്തുടർന്നു കർത്താവിനെ. കാരണം എന്താ? നമ്മളിപ്പോഴും ഒരു അത്ഭുത മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓടിയെത്തും. താടിയും ഒക്കെ വളർത്തി അത്ഭുതങ്ങൾ കാണിക്കുന്ന പറഞ്ഞാൽ ഏത് ജാതിപ്പെട്ടതും എല്ലാം അവിടേക്ക് ഓടിയെത്തും. അതുപോലെ തന്നെ അന്ന് അങ്ങനെ സംഭവിച്ചത് തന്നെയാണ്. എന്നിട്ട് എല്ലാവരും കർത്താവിനെ പിന്തുടർന്നപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത് പുരുഷാരത്തോട്? അത്രമാത്രം ജനങ്ങൾക്ക് വിഷമവും വ്യാധിയും ആദിയൊക്കെ ഉണ്ടെന്ന്, ദീനക്കാരാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പരമാത്മാവ് ദൈവപുത്രനെ ഇങ്ങോട്ട് വിടുന്നത്. ഇത്രമാത്രം വിഷമങ്ങൾ കൊണ്ട് വലയുന്നെന്ന് പരമാത്മാവിന് മനസ്സിലായി. അപ്പോൾ ദൈവപുത്രനായിട്ട് വിട്ടു. അതുകൊണ്ടാണ്, നമുക്ക് വേണ്ടിയാണ്. നമ്മളന്ന് അവിടെ ഉണ്ടായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നോ നമുക്കറിയില്ലല്ലോ. ഒരു മനുഷ്യപുത്രനായിട്ട് വരുമ്പോൾ എല്ലായിടവും ചെന്ന് കറങ്ങാനൊക്കത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ പക്ഷാഭേദം പാടില്ല. കർത്താവ് ക്രിസ്ത്യാനികളുടെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ തന്നെ അങ്ങനെ ആക്കി വെച്ചല്ലേ ജനങ്ങൾ. അപ്പോൾ ഈശ്വരൻ്റെ പുത്രനായ കർത്താവ് പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. എന്താ ഈ മലമേൽ? ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയെന്നല്ല, ധ്യാനിച്ചു. കർത്താവ് മലമേൽ, അതായത് പിതാവായ ദൈവത്തിൻ്റെ അടുത്തലേക്ക് ധ്യാനിച്ചു ഇരുന്നു. കാരണം എന്താ?
അവിടെ അത്ഭുതം പ്രവർത്തിക്കണ്ടേ, ദീനക്കാർക്കുള്ള ദീനം മാറണ്ടേ, അതിന് പിതാവിനോട് യാചിക്കണ്ടേ, പരമാത്മാവിനോട് പറയണ്ടേ, അവിടെ നിന്നല്ലേ കൊടുക്കുന്നത് അവർക്കൊക്കെ സൗഖ്യം. കർത്താവ് യേശുദമ്പരൻ പുത്രനാണ്. പിതാവോട് എന്താ യാചിച്ച് പ്രാർത്ഥിക്കണം. ഇത്ര ജനങ്ങൾ വന്നിരിക്കുന്നു, പിതാവേ ഞാൻ എന്താ വേണ്ടേ, അവർക്കൊക്കെ എല്ലാവർക്കും ദീനക്കാരെ സൗഖ്യമാക്കണ്ടേ. അങ്ങനെ ചോദിക്കുമ്പം കർത്താവ് മലമേലിരുന്നാണ് പറയുന്നത്. ആ മലമേലിരുന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യും? 1-2 പേരാണോ? പുരുഷാരം അത്രത്തോളം വന്നു. അപ്പോൾ പുരുഷാരത്തെ കണ്ടാറ് ദൈവപുത്രന് വിഷമം സഹിക്കുന്നില്ല. അപ്പോൾ മലമേൽ കയറി ധ്യാനിക്കാൻ, എന്നിട്ട് പറഞ്ഞു അവൻ അങ്ങനെ ധ്യാനിക്കാൻ. അതാ മലമേൽ, അറിയാമേത്തത് വേണമെന്നാ പറയും, ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയെന്ന് പറയും. നിവർന്ന് ധ്യാനിക്കാൻ ഇരിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അത് എൻ്റെ യുക്തിയാണ്, അതാണ് സത്യം. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരെ അടുക്കൽ വന്നു. കർത്താവായ യേശുദമ്പുരാൻ ധ്യാനിക്കാനിരുന്നപ്പോൾ മലമേൽ കുന്നിൻ്റെ മുകളിൽ ഇരുന്ന ശിഷ്യന്മാരവിടെ ചെല്ലുന്ന കാരണമുണ്ടോ? അപ്പോൾ എന്താ, ശിഷ്യന്മാരവിടെ അടുക്കൽ ചെന്നു. എന്തിനാ? അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, അപ്പോൾ കർത്താവവിടെ പരമാത്മാവായ പിതാവിനെ ധ്യാനിക്കാൻ അവിടെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരവിടെ ചെന്നു. അവരോട് കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ മാത്രമേ ഒരു സന്യാസിയെ, ഒരു വിദ്വാനെ, അല്ലെങ്കിൽ ഒരു ജ്ഞാനിയെ, ഒരു ഭക്തനെ, അല്ലെങ്കിൽ ഒരു ദൈവപുത്രനെ, അല്ലെങ്കിൽ ഗുരുദേവനെ പോലെയുള്ളവർ കണ്ടാൽ അടുക്ക ഓടിയെത്തും. എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യമുണ്ട്, വിശപ്പുണ്ട്. ആത്മാവിന് വിശപ്പുള്ളവർ കർത്താവിലേക്ക് ഓടിയെത്തി ശിഷ്യത്വം സ്വീകരിക്കും. അതുകൊണ്ട് ശിഷ്യന്മാർ അവിടേക്ക് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മളത് ചിന്തിക്കണം. നമുക്ക് ദാരിദ്ര്യമുണ്ടോ? നമുക്ക് ആത്മാവിൽ വിശപ്പുണ്ടോ? വിശപ്പുണ്ടെങ്കിലേ സംഭവം. വയർ നിറയ്ക്കണമെങ്കിൽ നമുക്ക് വിശപ്പ് വേണം, ആഹാരം കഴിക്കാൻ. അപ്പോൾ ആഹാരം കിട്ടും. വയറ്റിന് വിശപ്പ് വരുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കണം. അതുപോലെ ആത്മാവിൽ വിശക്കും, ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോഴാണ് അതിന് വേണ്ടുന്ന ദാഹത്തിന് തീർക്കണമല്ലോ. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും? ഈശ്വരൻ്റെ അവതാര പുരുഷന്മാരുടെ കയ്യിലേ അതൊക്കെ ഉള്ളൂ. ആ കൃപ അവിടെ നിന്ന് വരുന്നത് കഴിക്കുമ്പോൾ, ഒരു വാക്ക് കേൾക്കുമ്പോൾ, കർത്താവ് യേശുദമ്പുരാൻ്റെ ഒരു വചനം കേൾക്കുമ്പോൾ, വചനം ഈശ്വരനാണ്. അത് കേൾക്കുമ്പോൾ ഞാൻ അനുഭവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വയറ് പെരുവി പൊട്ടുന്നണക്കാവും, വിശപ്പേ പിന്നില്ല. എന്താ? എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആത്മാവിന്. അപ്പോൾ ഞാൻ അവിടേക്ക് ഓടിയെത്തി. അതും നല്ല ജാതിയും മതമൊന്നും നോക്കാത്ത ഒരു സന്യാസി അച്ഛനായിരുന്നു. സർവ്വ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരച്ഛൻ. അതെനിക്ക് വേണ്ടി വന്നതേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം എനിക്ക് അത്രമാത്രം ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ട് കരയുമായിരുന്നു. എല്ലാവരും ഇറങ്ങി പോകുമ്പോൾ ഞാനിവിടെ സർവ്വ ജോലികൾ ഒതുക്കിയിട്ട് ഒരു മുറിയിലങ്ങ് കിടന്നങ്ങ് ഉരുളുക. അങ്ങേ ഭിത്തിയിൽ ഇങ്ങേ ഭിത്തിൽ ഇടിക്കും, ഉരുണ്ട് നിലവിളിയാണ്, മുടി മൊത്തവും മൂക്കളെയും കണ്ണുനീരുവാണ്. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് പോയത്. അപ്പോൾ എൻ്റെ ദാരിദ്ര്യം, വിശപ്പ് അത്രത്തോളം ഉണ്ടായിരുന്നു ആത്മാവിന്. അങ്ങനെ എനിക്ക് കിട്ടിയത്, എനിക്കായിട്ടൊരു കർത്താവിനെ പോലൊരു അച്ഛൻ വന്നു. അതാണ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. അപ്പോൾ ഭഗവാൻ, കർത്താവായ യേശുദമ്പുരാൻ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മളൊന്ന് മാത്രം മനസ്സിലാക്കുക, ഭാഗ്യം എങ്ങനെ കിട്ടും? ഈശ്വര കൃപ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വിശപ്പ് വേണം, ആത്മാവിന് വിശപ്പ് വേണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആനന്ദം അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് സ്വർഗരാജ്യം എന്തോ? ഈ സ്വർഗരാജ്യം അതൊരു പ്രത്യേക രാജ്യമൊന്നുമല്ല. നമ്മൾ സ്വർഗത്തിലാണ് ആനന്ദമുള്ളത്. ഈ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഈ ലോക ചിന്തയിൽ കിട്ടത്തില്ല. അങ്ങനെയുള്ളൊരു ആനന്ദാനുഭൂതി നമുക്ക് വേണമെങ്കിൽ അതിനാണ് സ്വർഗരാജ്യം. അവിടെ നമുക്ക് സന്തോഷമുള്ളു, ആനന്ദമുള്ളു. അവിടെ ബ്രഹ്മാനന്ദ അനുഭൂതി നമ്മൾ അനുഭവിക്കും. അത് അതായത് സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുന്നത് പോലെ നമ്മുടെ ആനന്ദ നിർവൃതി ഉണ്ടാകും. അപ്പോൾ സ്വർഗരാജ്യം ആർക്കാണുള്ളത്? ആത്മാവിൽ ദരിദ്രരായവർക്കാണുള്ളത്. പിന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ ദുഃഖിക്കുന്ന അത്രത്തോളം ഒരു ഭക്തൻ ദുഃഖിച്ചാൽ അവർക്ക് ആശ്വാസം ദൈവം കൊടുക്കും. പിന്നെ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്. എപ്പോഴും സൗമ്യതയുള്ളവരായിരിക്കും, ശാന്തശീലങ്ങൾ. അവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഭൂമിയെ അവകാശമാക്കും. നീതിമാന്മാരങ്ങനെയാണ്, ഭൂമിയെ അവകാശമാക്കും. അപ്പം എന്താ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ? ഇതാര് പറഞ്ഞു കൊടുക്കുന്നത് ശിഷ്യന്മാരോട്? കർത്താവായ യേശുദമ്പുരാൻ മലമേൽ ധ്യാനിക്കാനിരുന്നു.
മലമേൽ കയറിയിരുന്നപ്പോൾ ശിഷ്യന്മാർ അടക്ക ചെന്നു അവർക്ക് തിരുവായും ഒഴിഞ്ഞ് ഓരോ ഉപദേശങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതാണ്. പിന്നെയോ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഒരുപാട് പേര് നീതിക്ക് വേണ്ടി വിശക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് നീതി കിട്ടുന്നില്ല. സത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് മറ്റുള്ളവർ അതിനെ നീതികേടാക്കി വെച്ചാൽ എന്ത് വിഷമമെന്നറിയാമോ? അതിനുവേണ്ടി വളരെ വളരെ ദുഃഖിച്ചിട്ടുണ്ട് പലരും. ഇപ്പോഴും ദുഃഖിക്കുന്നവരും ഉണ്ട്, ഒരിക്കലും നീതി കിട്ടാതെ. പക്ഷെ അവർക്ക് തൃപ്തി വരാതിരിക്കത്തില്ല. ഈശ്വര ഒരു ദൈവപൈതലാണെങ്കിൽ. പിന്നെ കരുണയുള്ളവർ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എത്രയോ നമ്മൾ കണ്ട് ജീവജാലങ്ങളോടൊക്കെ കരുണ കാട്ടുന്നത് എത്ര മനുഷ്യരാ. എന്താ അങ്ങനെ എല്ലാവരെയും നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ എന്താ കരുണ എന്ന് പറയുന്ന ഒരു പ്രത്യേകത, അത് ചിലർക്കേ കിട്ടും. അവർ ഒരു പക്ഷിയോ ഒരു മൃഗമോ ഒരു മനുഷ്യനോ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്താൽ അവരെ ആശ്വാസം കൊടുക്കാൻ പലർക്കും പറ്റും. അവർക്ക് കരുണ ലഭിക്കുകയും ചെയ്യും, ഈശ്വരങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധി, നമ്മളെല്ലാം ബൈബിളും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ വായിക്കുന്നു. എന്താ പലരും ഇങ്ങനെ ഒരുപാട് വർഷം കൊണ്ട് വായിച്ചിട്ട് ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുണയോ അതുമല്ല കൃപയോടുകൂടിയ ഒന്നും ഈശ്വര കൃപ കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇതൊക്കെ വായിക്കുകയും എഴുതിയും ഒരുപാട് പേർക്ക് ഗുരുസ്ഥാനത്തിരുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ കൃപ അനുഗ്രഹം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. എന്താ കാരണം? ഹൃദയശുദ്ധിയില്ല. എങ്ങനെ ഹൃദയശുദ്ധിയില്ല? പള്ളിയെ കാണുമ്പോൾ അത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും. അതാണ് ഹൃദയശുദ്ധിയില്ലാത്തത്. എല്ലാം ഒന്നായി കാണുന്നത്. പള്ളി കണ്ടാലും നമുക്ക് ഈശ്വരനെ ആരാധിക്കുന്ന ഇടമല്ലേ അത്? ദേവാലയമല്ലേ അത്? ഹൈന്ദവരുടെ അമ്പലം പോലല്ലേ അത്? നമ്മളെപ്പോലല്ലേ അവരും? അങ്ങനെ ആര് ഉൾക്കൊള്ളുന്ന ഹൃദയശുദ്ധി ആർക്കാ ഉള്ളത്? ഇസ്ലാം മതത്തിനെയും ക്രിസ്തു മതത്തിനെയും ഹിന്ദു മതം എന്ന് വെച്ചാൽ ഹിന്ദു ഒരു മതമൊന്നുമല്ല, എന്നാലും പോട്ടെ, ഹിന്ദുക്കൾ അവരുടെ എല്ലാം അമ്പലവും എല്ലാം ഏകമായി കാണുന്നു. എല്ലാത്തിലും ഏകനായ ഈശ്വരൻ ഒരേ ഒരു പരബ്രഹ്മമാണെന്ന് കണ്ട് ഹൃദയശുദ്ധി എല്ലാ മക്കളും ഈ മൂന്ന് അല്ലെങ്കിൽ ബുദ്ധമതമായാലും ലോകത്തിലുള്ള സർവമാന ജനങ്ങളും ഈശ്വരൻ്റെ അംശങ്ങളാണ്, അല്ല വേറൊന്നല്ല എന്ന് ആര് ഹൃദയത്തിൽ ചിന്തിക്കുന്നു, അതാ ഹൃദയശുദ്ധി. എല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. പലരും ഇന്ന് എങ്ങനെ അറിയുമോ, മറ്റൊരാൾ ഞങ്ങൾക്ക് ഹിന്ദുക്കളെ ഇഷ്ടമല്ല, അപ്പോൾ ഇപ്പുറത്താരും പറയാം ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ ഇഷ്ടം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ബലപ്രയോഗം, മത്സരങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മത്സരം കാണിക്കുക. ഉള്ളിൽ ചിലപ്പോൾ വിചാരിക്കാം എല്ലാം ഒന്ന് തന്നെ, എങ്കിലും പറയുമ്പോൾ എന്ത് പറയും? ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ദൈവമാണ്, ഞങ്ങൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ യേശുവിനെ അല്ലേ. ഇങ്ങനെയൊക്കെ ഓരോ എന്താ പറയുക, അതിനെനിക്കെന്താ പറയാനറിയില്ല. ഇതൊന്നും രണ്ടെന്നുള്ളത് അജ്ഞാനമാണ്. അജ്ഞാനം മാറാത്തത്തോളം കാലം ഹൃദയശുദ്ധി ഉണ്ടാവത്തില്ല. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ. ഇവിടെ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാൻ അനുഭവസ്ഥ ആയതുകൊണ്ടാണ് എനിക്കിത് തീർത്ത് പറയാൻ പറ്റുന്നത്. എൻ്റെ അച്ഛൻ കുട്ടിക്കാലം തൊട്ടേ ഇന്ന മതമെന്ന് പ്രത്യേകം അച്ഛൻ എല്ലാ ക്രിസ്തു മതത്തിലെയും അച്ഛൻ ഇസ്ലാം മതത്തിൽ ചേർന്ന ആൾ വൈക്കം സത്യാഗ്രഹത്തിന് പേരൊക്കെ മാറ്റി ഇസ്ലാം മതത്തിൽ ചേർന്ന് അങ്ങനെ ഒരു ഭക്തനാണ്. പിന്നെ അതിൽ നിന്നൊക്കെ മാറി വൈക്കം സത്യാഗ്രഹത്തിൽ അങ്ങനെ എന്തോ ഉണ്ടോ ക്ഷേത്ര ഒക്കെ അന്ന് നടത്തി അച്ഛൻ പറഞ്ഞ് കൊച്ചുനാളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മതത്തിനും ഒന്നിനും അച്ഛന് വേർകൃത്യമില്ല. സർവ്വതും ഏകമായി കണ്ട ഒരു സന്യാസി ആയതുകൊണ്ടാണ് ഈശ്വരൻ്റെ വഴി, ഈശ്വരനെ പ്രത്യക്ഷമായാലും ഈശ്വരൻ പറയുന്ന വഴി കൂടെ മരണം വരെ അറിഞ്ഞുകൊണ്ട് പോയൊരു ഒരു സന്യാസി. അപ്പോൾ എന്താ കുട്ടിനാളട്ടെ ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അച്ഛൻ ഞങ്ങൾക്ക് ഭജനയ്ക്കൊക്കെ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഹല്ലാനെ തേടി നബി അരിശിങ്കൽ വന്നു നബി അഞ്ചുകുത്തും ഭല്ലാക്കി ഒഴിച്ചവരെ കുബിറാക്കി, ഇങ്ങനൊരു പാട്ട് അച്ഛൻ കുട്ടികളെ പാടുന്നതും കേട്ടിട്ടുണ്ട് ഭജനയ്ക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ പാട്ടും അതുപോലെ പാടും. എന്താ വല്ല വ്യത്യാസമുണ്ടോ? ഭജന എല്ലാ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും നാമങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളുടെ അമ്പലത്തിലായാലും നമ്മുടെ ഭജനയ്ക്കായാലും മറ്റു ഭജനയ്ക്കായാലും അവിടെ എന്താ സ്വാമി നിങ്ങളിങ്ങനെ ക്രിസ്തു മതത്തിലെ പാട്ട് പാടുന്നത് ഒരു മനുഷ്യനും ചോദിച്ചിട്ടില്ല. കാരണം അച്ഛനെ കണ്ട ആരും ചോദിക്കത്തില്ല. അങ്ങനത്തെ കൃപയോടുകൂടിയ അത്രമാത്രം കണ്ടാൽ നമുക്ക് തോന്നും അച്ഛനിൽ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ ആർക്കും അത് ചോദിക്കാൻ പറ്റില്ല. അത്ര സ്നേഹത്തോടെ അവരെല്ലാം അച്ഛനെ കാണുന്നത്. പിന്നെ എങ്ങനെ ചോദിക്കും?
ആർക്കും അതിനകത്ത് പരിഭവവുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയിൽ യാചന നൽകണമേ. ഈ പാട്ടൊക്കെ ഞങ്ങൾ അതിനൊക്കെ എല്ലാം പാടും. ഇങ്ങനെ എല്ലാം ഏകമായി കണ്ടതുകൊണ്ടും ഹൃദയശുദ്ധി ഉള്ളതുകൊണ്ടും ഞാൻ പരമാത്മാവായ ഈശ്വരനെ ഞാൻ പ്രത്യക്ഷമായി ഒരു രാത്രി 9 മണിക്ക് കിടന്നില്ല, ലൈറ്റ് അണച്ചിട്ട് കട്ടിൽ പോയി ഇരുന്നില്ല, നിൽക്കുക. ഞാൻ എങ്ങനെയാണ് കണ്ടത്? പിന്നെ പോകെ ബൈബിള് വായിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ കണ്ട കാഴ്ച. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ടു. അന്ന് ആ ഭാഗം എടുത്ത് വായിച്ചു. യോഹന്നാൻ്റെ വെളിപാട് പുസ്തകത്തിലെ ആ ദർശനമല്ല പ്രത്യക്ഷം. ദർശനം കാണുന്നത് ധ്യാനിക്കുന്നതല്ലേ, ധ്യാനത്തിൽ ഒരുപാട് ദർശനം കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷമായി കണ്ടു. അത് പിതാവ് തന്നെയാണ്. കാരണം കർത്താവായ യേശു തമ്പുരാൻ്റെ രൂപമൊന്നും അല്ല. അന്ന് ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിലും പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനൊന്നും അല്ല കണ്ടത്. 2 കണ്ണും നാരങ്ങയുടെ അത്രയുള്ള തീക്കുണ്ടമാണ്. പിന്നെ ചുണ്ടൊക്കെ താമര ഇതുള്ള പോലെ ഇരിക്കുന്ന റോസ് നിറം വെളുവിളാന്നിരിക്കുന്നു. പിന്നെയോ തലമുടി മൊത്തം പഞ്ഞി രോമം. അപ്പോൾ കണ്ണ് 2 കൃഷ്ണമണി എന്ന് പറയുന്നത് എന്താണ്? 2 തീക്കുണ്ട, 2 ബൾബ്. അതുപോലെ തീ അഗ്നിയാണ്. 2 അഗ്നി ആണ് കണ്ടത്. അത് പിതാവാണോ പുത്രനാണോ? പക്ഷേ അത് പറഞ്ഞപ്പോൾ അച്ഛൻ ആ ഭാഗത്ത് വായിച്ചു. അന്ന് പുസ്തകം എനിക്കില്ല, അവിടെ വായിച്ചു, ഞാൻ സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം ഈ പുസ്തകം തന്നെയാണ് ഇത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. ആദ്യമൊട്ടേ വായിച്ചു പോയി, എന്നോ അവസാനം കിട്ടി. അയ്യോ, ഞാൻ കണ്ട ഭാഗം കിടക്കുന്നത് യോഹന്നാൻ്റെ വെളിപാട്. അതാണ് ഞാൻ കണ്ടത്. ഞാൻ മുഖമേ കണ്ടുള്ളൂ. താഴോട്ട് ഞാൻ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക. എന്താ മുറി ഇത്രയും സൂര്യൻ ഒളിച്ച പ്രകാശം? ഞാൻ ലൈറ്റ് അണച്ചല്ലോ, ഇത്രയും പ്രകാശം എങ്ങനെ വന്നു നിൽക്കുന്നു ആ ഭഗവാൻ പരമാത്മാവ്. അപ്പോൾ സൗണ്ട് അടയ്ക്കുന്നു, സംസാരിക്കാൻ വയ്യ, ചുമ. അങ്ങനെ ദർശനമല്ല ഇത്, ഉറക്കത്തിലല്ല, ഞാൻ നിൽക്കുവാണ്. ലൈറ്റ് അണച്ചിട്ട് ഞാൻ കിടന്നില്ല, ഞാൻ കട്ടിലിൽ പോയി ഇരുന്നില്ല. ഞാൻ നിന്നപ്പോഴാണ് ഒരു 5, 1, 2, 3, 4, 5 വരെ അങ്ങനെ എണ്ണുന്ന സമയമേ അത് കണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ പോയി, വെട്ടവും പോയി, ആ പ്രത്യക്ഷവും പോയി. എന്താ കാരണം? ഒറ്റ ദിവസമേ ഞാൻ പള്ളിയിൽ പോയുള്ളൂ. അന്ന് ഒറ്റ ദിവസം, അന്നത്തെ പ്രാർത്ഥന ഞാൻ ഇരുന്നങ്ങ് മുഴുകി. അവിടെ എനിക്ക് അജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ മുഴുകാൻ പറ്റുമോ? അപ്പോൾ പരമാത്മാവ് വിചാരിച്ചു ഹൃദയശുദ്ധി ഉണ്ട്, കണ്ടുകൂട്ടെ എന്ന്. അതുകൊണ്ട് ആ ഒരു ചൊവ്വാഴ്ച, ഒരു ചിങ്ങ 1-ാം തീയതി കണ്ട ചൊവ്വാഴ്ച, 40 വയസ്സേ എനിക്കെന്നുള്ളു. തിരിച്ച് വീട്ടിൽ വന്ന് ജോലികളെല്ലാം ചെയ്ത് ആഹാരമൊന്നും വേണ്ട, വയറങ്ങ് നിറഞ്ഞിരിക്കുക. പിന്നെ എനിക്ക് ആഹാരമൊന്നും വേണ്ട. പിള്ളേർക്കൊക്കെ ആഹാരം കൊടുത്ത്, ഭർത്താവിനും കൊടുത്ത്, ഉറക്കത്തിൽ കിടക്കാനായിട്ട് നിന്നതേ ഉള്ളു. ലൈറ്റ് അടച്ചപ്പം കണ്ട കാഴ്ചയാണ്. അതെന്താ? ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എനിക്കിതാണെന്ന് പറയാനുള്ളത്. കാരണം ഞാൻ എത്രമാത്രം ഇവിടെ വേദം ഓതിയാലും എൻ്റെ മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നായി കാണണം. ദൈവകൃപ വേണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ്റെ കൃപ വരട്ടെ ഞാൻ പറഞ്ഞാൽ കിട്ടുമോ? എന്താ കിട്ടാത്തത്? കിട്ടുന്നവരുണ്ട്, അവരെ ഇതുപോലെയാണ്. എല്ലാവരും ഒന്നായി കാണുന്നവർക്ക് കിട്ടുന്നുണ്ട്, അല്ലാത്തവർക്ക് അജ്ഞാനം മാറി അല്ലാതെ അത് വരത്തില്ല. ഭഗവാന്റെ കൃപ വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഏകമായിരിക്കണം. അദ്വൈതം ആണുമ്പോൾ ഈശ്വരൻ ഏകനാണ്, 2 ഇല്ല. 2 എന്നുള്ള അവസ്ഥ എന്താ? അജ്ഞാനികൾക്ക് ഞാനെന്നും നീയെന്നും. അപ്പോൾ എന്താ 2 എന്ന് വരുന്നത്? നിൻ്റെ ദൈവം വേറെ, എൻ്റെ ദൈവം വേറെ എന്നുള്ളത്. അത് വന്നാൽ അവിടെ അങ്ങനെ ഉണ്ടോ? ഈശ്വരൻ അങ്ങനെ ആണോ? ഈശ്വരൻ ഏകനല്ലേ? എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയല്ലേ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ രണ്ടാക്കാൻ? എൻ്റേതും നിൻ്റേതെന്ന് ആവുന്ന എങ്ങനെ? നമ്മളെല്ലാവരും ഒന്നല്ലേ? കാണായത് മൊത്തം ഞാൻ തന്നെ. ഭാഗവതം തന്നെ പറയുന്നില്ലേ, സർവ്വതും ഞാനല്ലാതെ മറ്റൊന്നും കാണുവാനില്ല. വേദമോദി ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ, എന്താ അജ്ഞാനം മാറാത്തത്? എന്നിട്ട് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി. കാരണം അറിയാത്ത മക്കളുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് കരുതി. കാരണം ഈശ്വരൻ ഏകനല്ലാതെ ഒന്നും കൂടെ ഇല്ല. ആ പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവതാരം എടുക്കുന്നത്. അത് യേശു കർത്താവായാലും പരമാത്മാവായ കൃഷ്ണനായാലും ഏറ്റക്കുറച്ചിലുണ്ടാകും ശക്തി. പിന്നെ അതുപോലെ തന്നെ ശ്രീരാമനായാലും എല്ലാം പിതാവിൻ്റെ സന്തതികളാണ്. പിതാവിനെ പോലെ തന്നെയാണ് കൃഷ്ണൻ വന്നേക്കുന്നത്. എന്നാൽ കർത്താവായ യേശുവിനെ പുത്രനായ വന്നേക്കുന്നത്. അപ്പോൾ പരമാത്മാവ് ഏകനായ ഈശ്വരനാണ് കൃഷ്ണനെങ്കിൽ അവിടെ 2 ഉണ്ടോ? അപ്പോൾ പുത്രൻ ആരാ? കൃഷ്ണൻ്റെ മകനല്ലേ, പുത്രനല്ലേ? അപ്പോൾ നമുക്ക് അജ്ഞാനം പെടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എല്ലാം നമ്മൾ സഹോദരങ്ങളായി കാണണം. അജ്ഞാനം മാറണം. അവരുടെ നൊമ്പലം നമ്മുടെ നൊമ്പലമായിട്ട് കാണണം. അവർ കരഞ്ഞാൽ നമ്മുടെ കരച്ചിലാണ്. എല്ലാം നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാവും. എല്ലാവർക്കും നമസ്കാരം.
ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.